Hi guys, welcome back to our channel. It's me Apple Alex. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിൽക്കാനുള്ള മെയിൻ കാർ എന്ന് വെച്ചാൽ നമ്മുടെ സാഗർ പ്രോ ഈ കാണുന്ന ഫിയറ്റിൻ്റെ 1997 മോഡൽ പ്രീമിയം 135D എന്ന് പറഞ്ഞ കാറിനെ ഈ കാണുന്ന രീതിയിലേക്ക് മാരകമായി മോഡിഫൈ ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് ഈ ഒരു വണ്ടിയിൽ ലോഗോ ഇല്ലെങ്കിൽ ഇത് ഏത് വണ്ടി നമ്മൾ ചോദിച്ചു പോകും. ആ ഒരു രീതിയിലാണ് നമ്മുടെ സാഗർ പ്രോ ഈ വണ്ടി മോഡിഫൈ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള മോഡിഫിക്കേഷൻ വണ്ടികളുടെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കിടന്ന് ബെലൈക്കനില്ലേ അത് പ്രസ് ചെയ്ത് ഓൾ അമർത്തിയാലേ കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഭയങ്കര കുറവാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സാഗർബോട് ചോദിക്കാം ഈ കാണുന്ന രീതിയിലേക്ക് ഈ വണ്ടി എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് മോഡിഫൈ ചെയ്തതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വസിക്കുന്നു, ലൈക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു കോലത്തിൽ കിടന്ന വണ്ടി എങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി, എത്ര കാലം സമയമൊക്കെ എടുത്താണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത് ബ്രോ? സംഭവം ഒരു 10 മാസം, ഓൾമോസ്റ്റ് ഒരു ഇയറിൻ്റെ വർക്കാണ്. 10 മാസം എടുത്താൽ ഇങ്ങനെ? അതെ, ഇത് വെള്ള കളറായിരുന്നു, വൈറ്റ് ആയിരുന്നു. ഇതിൽ സ്ക്വയർ ഹെഡ് ലാംപ്സും നടുക്ക് കമ്പനി ഗ്രില്ലുമായിരുന്നു വന്നിരുന്നത്. ഇത് ഫുള്ള് ചെയ്തതാണ്. ഇവിടെ നിന്ന് താഴ്ത്തിട്ടുള്ളത് ഹെഡ് ലാംപ്സ്, ഗ്രില്ല്, ബമ്പർ, ഫെൻഡേഴ്സ്, സ്പോയിലർ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. പാർട്സ് എല്ലാം വേറെ ചെയ്ത്, ഇൻറ്റീരിയർ ചെയ്ത്, പിന്നെ എല്ലാം വീൽസ് ഉൾപ്പെടെ എല്ലാം മാറി. ഇതിന് സ്റ്റോക്ക് വീൽസ് ഒക്കെ വരുമ്പോൾ തന്നെ 13 ഇഞ്ച് വീലാണ് വരിക. ഇതിപ്പോൾ 14/8J വീൽസാണ് കിടക്കുന്നത്. അപ്പോൾ ഫെൻഡറെല്ലാം രണ്ടാമത് ചെയ്ത വീലിന് സ്യൂട്ടാക്കി തന്നെ ചെയ്തെടുത്തതാണ്. എല്ലാം അതേപോലെ കസ്റ്റമർ ചെയ്തെടുത്തത്. ഓൾമോസ്റ്റ് ഒരു ഇയറിൻ്റെ വർക്ക് ഉണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ല് ചെയ്ത്, ഗ്രില്ലിനുള്ളിലിരിക്കുന്ന ഹെഡ് ലാംപ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ രണ്ടാമത് ചെയ്തതാണ്. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു ഒറ്റ ഹെഡ് ലാമ്പ്, ഒറ്റ സ്ക്വയർ ഹെഡ് ലാമ്പാണ് അവിടെ വരുന്നത്. പഴയ മോഡലിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡ്യുവൽ ഹെഡ് ലാംപ്സിനോടായിരുന്നു താല്പര്യം. അപ്പോൾ 2 5-ഇഞ്ചിന് ഹെഡ് ലാംപ്സ് എടുത്ത് ബാക്കിൽ പാനൽ അടിച്ച് അത് ഷൂട്ട് ചെയ്തെടുക്കുക ചെയ്ത്, എന്നിട്ട് റിമൂവബിൾ ആയിട്ടുള്ള 3 പീസ് ഗ്രില്ലായത്. 3 പീസ് ഗ്രില്ലിൽ മറ്റേ ക്രോം പ്ലേറ്റ് ചെയ്തെടുത്ത് ആണ് ഇത് ഫുൾ ഒറ്റ കവറാക്കി എടുത്തത്. അപ്പോൾ ഈ ക്രോം ഫ്രണ്ട് ഇരിക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ വിഷ്വലിന് ബുദ്ധിമുട്ടൊന്നുമില്ല? ഒരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 4 ഹെഡ് ലാംപ്സ് ഉണ്ട്. സോ കമ്പൈനിൽ നല്ല പവർ കിട്ടുന്നുണ്ട്. LED ആണോ അതോ? അല്ല, വാം ലൈറ്റ് ആണ്. ക്ലാസിക് വണ്ടി ആയതുകൊണ്ട് LED എനിക്ക് താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഈ ബമ്പർ ചെയ്തെടുത്തതാണ്. ഈ ബമ്പർ വേറെയാ. ഇതിപ്പോൾ താഴത്തോട്ടൊരു സ്ലോപ്പാണ് നോർമലി വരിക. ഈ ബമ്പർ വേറെ ചെയ്തെടുത്ത് പുട്ടിയിട്ട് ഒറ്റ പീസാക്കി എടുത്ത്. അതാ ഫ്രണ്ടിലെ ഒരു ബ്യൂട്ടി നമുക്ക് ഈ ഒരു ഗ്രില്ലിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ബ്രോ, ഇപ്പോൾ ഈ വണ്ടിയുടെ സൈഡിൽ വർക്കിൽ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? സൈഡിൽ നമ്മൾ ഓൾമോസ്റ്റ് 13 ഇഞ്ച് വീലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 14 ഇഞ്ച് ഇട്ട് 8J ആണ് വരുന്നത്. 8J എന്ന് പറയുമ്പോൾ നല്ലോണം പുറത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഫെൻഡർ നമ്മൾ റോൾ ചെയ്ത് പുട്ടിയിട്ട് ലെവൽ ചെയ്തെടുത്തതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വീല് നിൽക്കത്തില്ല. 13 ഇഞ്ചിന് മുകളിലോട്ട് കിടക്കത്തില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ സൈഡ് ഫെൻഡർ ചെയ്തതാണ്, ബാക്ക് സൈഡ് ഫെൻഡർ ചെയ്ത്, പിന്നെ വീൽസ് ബാക്കി ഇത് സ്റ്റോക്ക് തന്നെയാണ്. ബോഡി ലൈൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് പുട്ടി വർക്കിലാണ് ഈ ബോഡി ലൈൻ എല്ലാം കിടക്കുന്നത്, സ്ട്രൈറ്റ് ലൈൻസ് എല്ലാം. അലോയ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ടഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിമ്മിനോട് തന്നെ നോക്കിയത്. പിന്നെ 14 ഇഞ്ചിൽ 8J അലോയ്സ് എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. അപ്പോൾ J കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ വീൽ അകത്തോട്ട് പോകും. അപ്പോൾ ഈ ഒരു മാസ് കിട്ടത്തില്ല, വണ്ടി ചെറുതായി പോകും. പിന്നെ ഈ മിററും അതേപോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? മിറർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മിറർ സ്റ്റോക്ക് വരുമ്പോഴത്തേക്കും സ്ക്വയറിലെ യൂണിവേഴ്സൽ മിററാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് ക്രോം ഫിനിഷിൽ കിട്ടാവുന്നതിൽ ഇഷ്ടപ്പെട്ട ഒരു മിറർ നോക്കിയെടുത്ത് കാറിന് സ്യൂട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ആ ബൈക്കിന് വരുന്ന തന്നെ സാധനം അത് ഞങ്ങൾ സ്യൂട്ട് ചെയ്തെടുത്താൽ. കാരണം ക്രോം ഫിനിഷ് വേണമെന്നുണ്ടായിരുന്നു, കാരണം ഗ്രില്ലായിട്ട് സ്യൂട്ട് ചെയ്യാൻ ക്രോം ഫിനിഷ് വേണം. പിന്നെ പിന്നെ ഡോറിന്റെ ഹോൾഡർ ഒക്കെ തന്നെ ക്ലാസിക് പഴയ തന്നെ റെട്രോ സ്റ്റൈൽ വെച്ചിട്ടുണ്ട്. എല്ലാം പഴയത് തന്നെ.
ഓക്കെ ബ്രോ, നമുക്കിനി വണ്ടിയുടെ ബാക്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? ബാക്കിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ മറ്റേ ഇറക്കം ഇത്രയേ ഉള്ളൂ. ആ ടെയിൽ കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളൂ ശരിക്കും കാറ്. ബാക്കി താഴത്തോട്ട് ഇറക്കിയിരിക്കുന്ന ഫുള്ള് നമ്മൾ സ്കേർട്ട് ചെയ്ത് ഒറ്റ ലെവൽ ചെയ്ത് പൊട്ടിയെടുത്ത് ചെയ്തിരിക്കുന്നുണ്ട്. അറിയാത്ത രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുക. വണ്ടി നല്ലോണം പൊങ്ങിയിട്ടാണ്. അതുകൊണ്ട് ഈ 10 മാസം എടുക്കുന്നല്ലേ? ഈ വണ്ടി ശരിക്കും അത്ര ഇല്ല. അപ്പോൾ ആ ബാക്കിയുള്ള പീസ് വെച്ച് വെൽഡ് ചെയ്ത് പൊട്ടിയിട്ട് ലെവൽ ചെയ്ത് താത്തിരിക്കുക. പിന്നെ ഈ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പോയിലർ രണ്ടാമത് ചെയ്തെടുത്തതാണ്. പിന്നെ ബാക്കിൽ വേറെ വർക്കൊന്നും ഇല്ല. നമ്മൾ ടെയിൽ ലാമ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് സൈഡിലോട്ട് കറങ്ങി വരുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്ത് വേറെ മെറ്റൽ പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് സ്മൂത്ത് ചെയ്തെടുത്തതാണ് ആ സംഭവം. ഇത് പഴയ ബസ്സിലെ ടൈപ്പ് ലൈറ്റ് അല്ലേ? സ്റ്റോക്ക് ഇതാ വരുന്നത്. പണ്ടത്തെ വണ്ടികളിൽ ഇങ്ങനെ വരുന്നത്. ഈ ടെയിൽ ലാമ്പ് അവൈലബിൾ അല്ല സംഭവം. നമുക്ക് ഉള്ള കോൺടാക്ട്സ് വെച്ചൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിരിക്കുന്നത്. ഇതിൻ്റെ പുതിയത് കിട്ടുന്നില്ല. ഇത് സ്റ്റോക്ക് പണ്ടത്തെ തന്നെ സംഭവമാണ്. 90s മോഡൽസിൽ വരുന്ന സ്റ്റോക്ക്. സൈലൻസറും ചേഞ്ചസ് കാര്യങ്ങളോ മാറ്റിയിട്ടുണ്ടോ? എക്സോസ്റ്റ് ഇല്ല, ഡീസൽ എക്സോസ്റ്റ് ഇല്ല. അപ്പോൾ അതിന് ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ എക്സോസ്റ്റിന്മേൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം പെട്രോൾ വണ്ടിയാണെങ്കിൽ എക്സോസ്റ്റിൽ മോഡിഫൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഡീസൽ എക്സോസ്റ്റ് ഉള്ളിലാണ്, സ്കേർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിരിക്കുക. ഇതിന് മെയിനായിട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു സബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും സ്പേസ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് മെയിനായിട്ട്. ഞാനങ്ങനെ ഡെയിലി യൂസ് ഇല്ലേ വണ്ടി. പിന്നെ ബാക്കിൽ ഫ്യൂൽ ടാങ്ക് ആണ് കുറേ സ്പേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അംബാസഡറിൽ ഇതിലും വരുന്നത് ഈ ബൂഫർ ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു 2 ബാഗ് 3 ബാഗ് വെക്കാൻ പറ്റും. നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ടല്ലോ. ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പഴയ വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്പേസ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ബൂഫർ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. മൈലേജ് ചോദിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ചോദിക്കുവാണെങ്കിൽ മൈലേജ് നമുക്ക് എത്ര കിട്ടും? മൈലേജ് ഒരു 25 കുറയാതെ കിട്ടുന്നുണ്ട്. ഡീസൽ ആയതുകൊണ്ടല്ലേ? ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ പെട്രോൾ വേരിയൻ്റ് ആകുമ്പം 9-10 അത്രയൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ 25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിയറ്റിൻ്റെ എഞ്ചിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ട്? ഫിയറ്റിൻ്റെ എഞ്ചിൻ കുഴപ്പമൊന്നുമില്ല. പാർട്സ് കുറച്ചൊക്കെ റെയറാണ്. ഇവിടെ അതും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. മെയിൽ ചെയ്താലോ പാഴ്സൽ ചെയ്തൊക്കെ കിട്ടും. കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്ത് അല്ല? ഗിയർ ബോക്സ് ഇത്രയും സ്മൂത്ത് ആയിട്ട് വേറെ ഞാൻ ഓടിച്ചിട്ടില്ല. നല്ല ഒരു എഞ്ചിൻ മേക്കേഴ്സ് ഞാൻ ചോദിച്ചത്. നമ്മൾ സസ്പെൻഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ഇല്ല, സ്റ്റോക്കിൽ നിൽക്കുന്ന തന്നെ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ്. കോയിൽ അത് തന്നെ കിടക്കുന്നത് തന്നെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂടുമ്പോൾ ഡൗണോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വല്ലതും ഉണ്ടോ? സ്മൂത്ത് ആണ്, അതുകൊണ്ട് വെയിറ്റ് കൂടുമ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യും. ബട്ട് അതിനുവേണ്ടി നമ്മൾ ഫെൻഡർ വീലിന് അഡ്ജസ്റ്റബിൾ ആയിട്ട് നമ്മൾ ചാടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഒരു സാധാരണ വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ബോണറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്ര CC എഞ്ചിനാണ് വെച്ചാൽ? ഇത് 1350. 1338 എന്നുള്ള നെയിം വരുന്നത്. ഓക്കെ. പിന്നെ എഞ്ചിന് കാര്യമായ ഒരു മോഡിഫിക്കേഷൻ കാര്യമൊന്നുമില്ല. ആ ഒരു പഴയ സ്റ്റോക്ക് എഞ്ചിനാണ്. അതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് AC ചെയ്തിട്ടുണ്ട്. AC-യുടെ കംപ്രസർ അവിടെ ഉണ്ട്. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് മാറി. എഞ്ചിനിൽ ട്യൂബുകളെല്ലാം മാറി, ഓയിലെല്ലാം മാറി, സീലെല്ലാം മാറ്റിയിട്ടിട്ടുണ്ട്, ഫിൽറ്ററെല്ലാം മാറി. ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് എഞ്ചിനാണ്. അപ്പോൾ സാധാരണ വണ്ടിയെ പോലെ നമുക്ക് എങ്ങും ഒരു ഹോൾഡറൊന്നും ഇല്ല. ഒരു സ്പ്രിങ് പോലൊരു ഡിവൈസ് ഉണ്ട്. നമ്മൾ ചുമ്മാ തൊട്ട് കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയിക്കോളും. പിന്നെ ഒരു 90 ഡിഗ്രി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത്. ഒരു പക്ക ഒരു റെട്രോ സ്പോർട്ടി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ വണ്ടിയുടെ സീറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ സീറ്റ് മാറിയിട്ടില്ല, കവർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം വണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സീറ്റാണ് ഈ വണ്ടിക്ക് ഇപ്പോഴും കൊടുക്കുന്നത്. സീറ്റിൻ്റെ കംഫർട്ട് ലെവലിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഒരു തൈ സപ്പോർട്ട് നമുക്ക് അത്ര ഇല്ലെങ്കിൽ തന്നെ ലോങ് ഡ്രൈവിന് പറ്റത്തില്ലെങ്കിലും ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് കിട്ടുന്നത്. ബാക്ക് റെസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളെ പണ്ടത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു പൊതിഞ്ഞ് പിടിക്കുന്ന ഒരു ഫീലാണ്. പിന്നെ അന്ന് മുതൽ ഈ ഒരു വണ്ടിക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. അപ്പോൾ അത് പോരായ്മയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, കാരണം അന്നത്തെ മോഡലുള്ള വണ്ടിയാണ്. അപ്പം ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റൈലിലാണ് വണ്ടി കാണുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. പഴയ ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് കിട്ടുന്ന സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പഴയ ഒരു 4 സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും അതുപോലെ അതിൻ്റെ ഒരു മീറ്ററും മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ AC-യുടെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് പഴയ മോഡലിൽ തന്നെ AC വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് AC ഒന്നും മാറേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഈ കാണുന്ന സ്വിച്ചുകളെല്ലാം വണ്ടിയുടെ സബ് വൂഫറിൻ്റെ അതുപോലെ DRLൻ്റെ സ്വിച്ചുകളാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ആകുന്ന സ്വിച്ച് നമ്മൾ ഈ സൈഡിലൂടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിയറൊക്കെ പഴയ ഫിയറ്റിൻ്റെ തന്നെ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സൈഡിലൊന്നും ഒരു മാറ്റവും ഇല്ല. ആ ഒരു പഴയ മോഡൽ നമുക്ക് കാണുന്ന രീതി തന്നെ. പിന്നെ വൈപ്പറിൻ്റെ സ്വിച്ച് അതുപോലെ തന്നെ വണ്ടിയുടെ ലൈറ്റിൻ്റെ സ്വിച്ചും എല്ലാം ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്.
പിന്നെ വണ്ടി നോക്കുവാണെങ്കിൽ വണ്ടിയുടെ സൈഡ് ഇങ്ങനത്തെ കൊച്ചു ഭയങ്കര സ്പീക്കർ 6-8 സ്പീക്കർ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോറിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ഡോറിൽ നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ ഈ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഡോർ ഓപ്പണിംഗ് മാറ്റി എക്സ്ട്രാ നമ്മൾ സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ മുകളിലൊരു ബ്ലാക്ക് തീം കൊടുത്ത് സൈഡിൽ ഫുള്ള് റെഡ് പിന്നെ ഒരു ക്രീം കളറാണ് വണ്ടിയിൽ ഫുള്ള് കാണുന്നത്. ഓവറോൾ നമ്മൾ പറയുവാണെങ്കിൽ വണ്ടിക്കകത്തേക്ക് ഒരു പക്ക സ്പോർട്ടി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ബാക്ക് സീറ്റിൽ നമുക്ക് 2 പേർക്ക് ഇരിക്കാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ 3 പേർക്ക് ഇരിക്കാം. അവിടെ നമുക്ക് ബാക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ഹാൻഡ് ബ്രേക്കും വണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്കകത്ത് ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു സ്പോർട്ടി ഫീലാണ് കിട്ടുന്നത്. അല്ല ഒരു കംഫോർട്ട് റൈഡിങ് തരുന്ന വണ്ടി ഇതല്ല, ഒരു സ്പോർട്ടി ഫീലാണ്. നമുക്ക് ആ തൈ സപ്പോർട്ട് നിങ്ങൾക്ക് കണ്ടറിയാം. എൻ്റെ കാലൊക്കെ നല്ല ഇത്രയും പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തൈ സപ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കംഫോർട്ട് ലെവലിന് ഉപരി ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് വണ്ടിക്കകത്ത് ഇരിക്കുന്നത്. ആ ഒരു റെട്രോ സ്പോർട്ടിയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു വേറൊരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിൽക്കുന്നത്. ഇവിടെ കുറേ ടെർഫിൽ പിള്ളേരെ ഫുട്ബോൾ കളിക്കുവാണ്. അപ്പോൾ നല്ലൊരു കാറ്റാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് നമ്മുടെ സാഗർ ബ്രോയാണ്. ഇതുപോലുള്ള മോഡിഫിക്കേഷൻ വണ്ടികളുടെ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്തില്ലേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് ആപ്പിൾ എലക്സ് സൈനിങ് ഔട്ട്. മറ്റൊരു വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.